Hello children, good afternoon. Have you had your lunch? Okay. Today we are going to take our English textbook. അപ്പോൾ നിങ്ങൾ ലഞ്ചൊക്കെ കഴിച്ചു നല്ല ഉഷാറായിട്ടിരിക്കുകയാണല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇംഗ്ലീഷ് ടെക്സ്റ്റ് എടുക്കാം അല്ലേ. നമ്മൾ ഇംഗ്ലീഷ് ടെക്സ്റ്റിൽ ഇപ്പോൾ ഏത് യൂണിറ്റാണ് എടുക്കുന്നത്? യൂണിറ്റ് 2 ആണ് അല്ലേ. അതിൽ നമ്മൾ എന്താ യൂണിറ്റ് 2ൻ്റെ വാട്ട് ഈസ് ദ ടൈറ്റിൽ ഓഫ് യൂണിറ്റ് 2? യൂണിറ്റ് 2ൻ്റെ ടൈറ്റിൽ എന്തായിരുന്നു? മീ ടു എന്നായിരുന്നു അല്ലേ അതിൻ്റെ ടൈറ്റിൽ. അതിൽ നമ്മൾ 5 ലിറ്റിൽ ഡക്സ് എന്നുള്ളൊരു ബ്യൂട്ടിഫുൾ സോങ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു അല്ലേ. അപ്പോൾ നമ്മളിന്ന് എല്ലാവരും ഒന്ന് എണീറ്റിട്ട് ആ സോങ് ഒന്ന് ചൊല്ലിയിട്ട് നമുക്ക് ഹാപ്പി ആയിട്ട് ക്ലാസ് തുടങ്ങാം. റെഡി അല്ലേ? ഓക്കെ. 5 little ducks went out one day over the hills and far away. Mother duck said cock, 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 and only 4 little ducks came back. Okay, you sing with me. 5 little ducks went out one day over the hills and far away. Mother duck said cock, 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 and 4 little ducks, only 4 little ducks came back. 4 little ducks went out one day over the hills and far away. Mother duck said cock, 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 and only 3 little ducks came back. Okay, 3 little ducks went out one day over the hills and far away. Mother duck said cock, 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 and only 2 little ducks came back. 2 little ducks went out one day over the hills and far away. Mother duck said cock, 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 and only 2 little ducks came back. 1 little ducks went out one day over the hills and far away. Mother duck said cock, 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 and only 1 little ducks came back. Mother duck, she went out one day over the hills and far away. Over the hills and far away. Mother duck said cock, 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 and all those little ducks came back. Okay, do you like this song? Okay, very good. Sit down. Then we take the next activities. I said to you. Okay, first activity 1 ടീച്ചർ പറഞ്ഞിരുന്നു. ആക്ടിവിറ്റി 1ഉം 2ഉം 3ഉം ചെയ്ത് വരാൻ വേണ്ടി പറഞ്ഞിരുന്നു അല്ലേ. അപ്പോൾ അതൊക്കെ ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ടീച്ചർ ഒന്ന് ടെസ്റ്റ് ചെയ്യണം എന്തൊക്കെയാണ് ആൻസർ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ examine the following sentence and underline the words you have already studied. നിങ്ങൾ മുമ്പേ പഠിച്ചിട്ടുള്ള ആ സെൻറ്റൻസുകൾ ആ വേർഡ്സുകൾ ഈ സെൻറ്റൻസിലുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ I saw a few ants on my bag. അതിൽ നമ്മൾ ഏത് പഠിച്ചിട്ടുണ്ട്? ആൻസ് പഠിച്ചിട്ടുണ്ട് അല്ലേ. A chick and a duckling were playing near the bag. ചിക്കും ഡക്ലിങ്ങും അതാണ് നമ്മൾ പഠിച്ച വേർഡ്സുകൾ. പിന്നെ ലുക്ക് അറ്റ് ദ ഫോളോയിങ് പിക്ചേഴ്സ് ആൻഡ് ഐഡൻറ്റിഫൈ ദം. അതിൽ ഫസ്റ്റ് എന്തായിരുന്നു? ആൻഡ് അല്ലേ. രണ്ടാമത്തത് ബാഗ്, തേർഡ് വൺ ചിക്ക്, ഫോർത്ത് വൺ ഡക്ലിങ്. ഇനി ആക്ടിവിറ്റി 3. ചിക്ക് ആൻഡ് ഡക്ലിങ് ആർ ബേർഡ്സ്. റൈറ്റ് ദ നെയിം ഓഫ് അതർ ബേർഡ്സ് യു നോ. ചിക്ക് ആൻഡ് ഡക്ലിങ് ആർ ബേർഡ്സ്. റൈറ്റ് ദ നെയിം ഓഫ് അതർ ബേർഡ്സ് യു നോ. ചിക്കും ഡക്ലിങ്ങും ഒക്കെ ബേർഡ്സാണ്. അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, മറ്റ് ബേർഡ്സിൻ്റെ പേരുകളും അവിടെ എഴുതി വെക്കുക. ബേർഡ്സ് അപ്പോൾ ഏതൊക്കെയാണ്? ക്രോ, പിന്നെ 1 എന്താണ്? പീജിയൻ. ക്രോ, പീജിയൻ, പിന്നെ സ്പാരോ, പിന്നെ ഏതൊക്കെ വരും? സ്പാരോ, പാരറ്റ്, പീക്കോക്ക്, പിന്നെ അങ്ങനെ പലതരം വേർഡ്സുള്ളൂ അല്ലേ. അപ്പോൾ അതൊക്കെ നമുക്ക് അതിൽ എഴുതാം. പീക്കോക്ക്, പാരറ്റ്, ഈഗിള് അല്ലേ. അങ്ങനെ ലോട്ട് ഓഫ് ബേർഡ്സ്. പെൻഗിൻ, ഈഗിള്, സ്പാരോ, പാരറ്റ്, പീക്കോക്ക്, അങ്ങനെയൊക്കെ ലോട്ട് ഓഫ് ബേർഡ്സ് വി ക്യാൻ സി. ഓസ്ട്രിച്ച് അല്ലേ. അങ്ങനെ ഒരുപാടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ലുക്ക് അറ്റ് ദ ആക്ടിവിറ്റി 4. ആക്ടിവിറ്റി 4 വിച്ച് ആർ ദ ബേർഡ്സ് ആനിമൽസ് യു ഹാവ് അറ്റ് ഹോം.
നിങ്ങളുടെ വീട്ടിൽ എനിമൽസും ബേഡ്സൊക്കെ ഉണ്ടോ? നിങ്ങളുടെ വീട്ടിലുണ്ടോ? ഉണ്ടെങ്കിൽ വിച്ച് ആർ ദ ബേഡ്സ്? ഏതൊക്കെയാണ് ആ ബേഡ്സുകൾ? നിങ്ങളുടെ വീട്ടിലുള്ള ബേഡ്സും എനിമൽസിൻ്റെയൊക്കെ പേരെന്തൊക്കെയാണ്? ഡു ദേ ഹാവ് യങ് വൺസ് ടു? അവർക്കൊക്കെ യങ് വൺസ് ഉണ്ടോ? സ്മോൾ, അവർക്ക് കുഞ്ഞു കുട്ടികളുണ്ടോ? ഇപ്പോൾ ഹെന്നാണെങ്കിൽ ചിക്കുണ്ടോ? അല്ലെങ്കിൽ കാറ്റാണെങ്കിൽ കിറ്റൻ ഉണ്ടോ? അങ്ങനെ ചോദിക്കുന്നുണ്ട്. അതിന് യങ് വൺസ് ഉണ്ടോയെന്ന്. ഡ്രോ ദ പിക്ചേഴ്സ് ഓഫ് എനി ദെയർ യങ് വൺസ്. ഇനി നിങ്ങൾക്ക് അവിടെ ഒരു കോളം ഡൺ ഫോർ യു. ദെൻ യു ഡ്രോ ദ പിക്ചർ. നിങ്ങളോടൊരു പിക്ചർ വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ യങ് വൺസിൻ്റെ, അതിൻ്റെ കുഞ്ഞിൻ്റെ ഒരു പിക്ചർ നിങ്ങളോട് വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ വരയ്ക്കുക. ഡോണ്ട് ഫോർഗെറ്റ് ടു കളർ ദ ലിറ്റിൽ വൺ. നിങ്ങളതിനെ കളർ ചെയ്യാൻ മറക്കല്ലേ. വരച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? കളറും ചെയ്യണം. കളർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? കളർ ചെയ്യുക. അങ്ങോട്ട് എന്ത് എഴുതണം? ഐ ഹാവ് എ ഡാഷ്. ഐ ഹാവ് എ ഡാഷ്. എനിക്കൊരു എന്തുണ്ട്? അപ്പോൾ നിങ്ങൾ ചിക്കൻ്റെ പിക്ചറാണ് വരച്ചെങ്കിൽ ഇപ്പോൾ ചിക്കൻ്റെ പിക്ചർ എങ്ങനെ വരക്കുക? ടീച്ചർ പറയാം. നോക്കൂ, ലുക്ക് അറ്റ് ദ ബ്ലാക്ക് ബോർഡ്. എന്തായിരുന്നു നമ്മളെ യൂണിറ്റിൻ്റെ പേര്? മീ ടു. അങ്ങനെ ഒരു ചിക്കിൻ്റെ പിക്ചർ കൊടുത്തിട്ട് ഐ ഹാവ് എ. അപ്പോൾ ഐ ഹാവ് എ ചിക്ക്. ഇറ്റ്സ് നെയിം ഈസ്. I have a chick. Its name is പൊന്നു. അങ്ങനെ നിങ്ങൾ ഐ ഹാവ് എ ചിക്ക്. എനിക്കൊരു ചിക്കുണ്ട്. ഇറ്റ്സ് നെയിം ഈസ് പൊന്നു. ഇനി ഇവിടെ പാരറ്റ് ആണെങ്കിലോ ഐ ഹാവ് എ പാരറ്റ്. ഐ ഹാവ് എ പാരറ്റ്. ഇറ്റ്സ് നെയിം ഈസ്. എന്താ നിങ്ങളെ പാരറ്റിനെ വിളിക്കുക? അതിവിടെ എഴുതി കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങളിവിടെ ഈ 2 ലൈൻ എന്ത് ചെയ്യണം? നിങ്ങൾ എഴുതി വരണം. എന്നിട്ട് എന്ത് ചെയ്യണം? ഈ ചിക്കിനെ വരക്കുക. അല്ലെങ്കിൽ ചിക്കിനല്ല, നിങ്ങൾക്ക് എന്താണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വരക്കാൻ. നിങ്ങളുടെ വീട്ടിൽ ഏത് യങ് വൺസ് ആണുള്ളത് ആ യങ് വൺസിനെ ഇവിടെ വരക്കുക. ഇനി യങ് വൺസ് ഇല്ലാത്തവരെന്ത് ചെയ്യുക? നിങ്ങൾക്ക് ഇഷ്ടമുള്ള യങ് വൺസിനെ വരച്ചു കൊടുക്കുക. എന്നിട്ട് ഡോണ്ട് ഫോർഗെറ്റ് ടു കളർ ദ പിക്ചർ. ഇതിനെ കളർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതിനെന്ത് ചെയ്യണം? വരക്കും വേണം, കളറും ചെയ്യണം കേട്ടോ. ദെൻ ടേൺ ദ നെക്സ്റ്റ് പേജ്. ഇനി നമുക്ക് അടുത്ത പേജിലേക്ക് പോകാം. ആക്ടിവിറ്റി 5. ലുക്ക് അറ്റ് ദ ഡിഫറെൻറ്റ് തിങ്സ് എ ഹെൻ ക്യാൻ ഡു. ലുക്ക് അറ്റ് ദ ഡിഫറെൻറ്റ് തിങ്സ്. ഇനി ഒരു ഹെന്നിന് എന്തൊക്കെയാണ്? ഇത് ആരുടെ? ഈ ചിക്കന് ആരുടെ? ചിക്ക് എന്ന് പറഞ്ഞാൽ ആരുടെ യങ് വണ്ണാണ്? ഹെന്നിൻ്റെ യങ് വണ്ണാണ് ചിക്ക് അല്ലേ? ഹെന്നിൻ്റെ യങ് വണ്ണാണ് ചിക്ക്. ലുക്ക് അറ്റ് ദ ഡിഫറെൻറ്റ് തിങ്സ് എ ഹെൻ ക്യാൻ ഡു. ഇനി ഹെന്നിന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. എ ഹെൻ ക്യാൻ ലേ ബിഗ് വൈറ്റ് എഗ്ഗ്. ഹെൻ ക്യാൻ ലേ. ഹെന്നിന് ഇടാൻ കഴിയും ബിഗ് വൈറ്റ് എഗ്ഗ്. നല്ല വെളുത്ത മുട്ട അല്ലേ? കോഴിമുട്ട തരുന്നത് നമുക്ക് ആരാണ്? ഹെന്നാണ്.
എ ഹെൻ ക്യാൻ സ്റ്റാൻഡ് ഓൺ ജസ്റ്റ് വൺ ലെഗ്. എ ഹെൻ ക്യാൻ സ്റ്റാൻഡ് ഓൺ ജസ്റ്റ് വൺ ലെഗ്. ഹെന്നിന് നിൽക്കാൻ കഴിയും എന്ത് ഓൺ ജസ്റ്റ് വൺ ലെഗ്, ഒരു കാൽമേൽ നിൽക്കാൻ കഴിയും. എ ഹെൻ ക്യാൻ റൺ, ഹെന്നിന് ഓടാനും. എ ഹെൻ ക്യാൻ വാക്ക്, ഓടാനും നടക്കാനൊക്കെ ആർക്ക് കഴിയും? ഹെന്നിന് കഴിയും. എ ഹെൻ ക്യാൻ സേ ക്ലക്ക് ക്ലക്ക് ക്ലക്ക്, ഹെന്നിന് എന്തൊക്കെ കഴിയും? ക്ലക്ക് 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 എന്നുള്ള സൗണ്ട് ഉണ്ടാക്കാൻ കഴിയും. ഹെൻ ക്യാൻ ലേ വൈറ്റ് ബിഗ് എഗ്, ഹെൻ ക്യാൻ ലേ വൈറ്റ് ബിഗ് എഗ്. എ ഹെൻ ക്യാൻ സ്റ്റാൻഡ് ഓൺ വൺ ലെഗ്, ഒരു കാൽമേൽ ഇങ്ങനെ നിൽക്കുവാറ്? ഹെന്ന് ഒരു കാൽമേൽ ഇങ്ങനെ നിൽക്കും. പിന്നെ ഹെൻ ക്യാൻ റൺ, ഹെൻ ക്യാൻ റൺ, ഹെൻ ക്യാൻ വാക്ക്, ഹെൻ ക്യാൻ റൺ ആൻഡ് ഹെൻ ക്യാൻ വാക്ക്. ഹെൻ ക്യാൻ സേ ക്ലക്ക് ക്ലക്ക് ക്ലക്ക്. പിന്നെന്താ ഹെന്നിൻ്റെ സൗണ്ട് എന്താണ്? ക്ലക്ക് ക്ലക്ക് ക്ലക്ക്. ഇനി ഇതുപോലെ നൗ റൈറ്റ് ഡൗൺ എ കാറ്റ് ക്യാൻ ഡു. കാറ്റിന് എന്തൊക്കെ ചെയ്യാൻ കഴിയും? വൺ ഈസ് ഡൺ ഫോർ യു, ഒന്ന് നിങ്ങൾക്ക് വേണ്ടി തന്നിട്ടുണ്ട്. എ കാറ്റ് ക്യാൻ ക്യാച്ച് റാറ്റ്സ്, എ കാറ്റ് ക്യാൻ ക്യാച്ച് റാറ്റ്സ്. അപ്പോൾ ആക്ടിവിറ്റി 5 കാറ്റ് ക്യാൻ ക്യാച്ച് റാറ്റ്സ് അല്ലേ. അപ്പോൾ a cat can catch rats. പിന്നെ എന്തൊക്കെയാണ് കാറ്റിന് കഴിയുക? കാറ്റിനെ റാറ്റ്സിനെ ക്യാച്ച് ചെയ്യാൻ കഴിയും. പിന്നെന്താ കഴിയുക? കാറ്റിന് എന്ത് ചെയ്യാൻ കഴിയും? ക്ലൈംബ് ഓൺ എ ട്രീ അല്ലേ, മരത്തിൻ്റെ മുകളിലൊക്കെ കയറിക്കൂടെ? അപ്പോൾ നമുക്കത് എഴുതാം. എ കാറ്റ് ക്ലൈംബ് പിന്നെ എ ക്യാറ്റ് ക്യാറ്റ് എങ്ങനെ എത്ര കാലാണ് ക്യാറ്റ് ഓടുമ്പോൾ എത്ര കാലിട്ടാണ് ക്യാറ്റ് ഓടുക? 4 legs അല്ലേ. ക്യാറ്റ് ക്യാൻ യൂസ് 4 legs ഫോർ റണ്ണിങ്. അപ്പോൾ എന്താ ഇവിടെ എഴുതുക? ക്യാറ്റ് ക്യാൻ റൺ വിത്ത് 4 legs. കാറ്റ് പിന്നെ കാറ്റ് നമ്മൾ ചാടുന്ന പോലെയാണ്. കാറ്റ് ചാടല്ല, സ്പീഡിൽ നല്ല ഉയരത്തിലൊക്കെ കാറ്റിന് എന്ത് ചെയ്യാൻ പറ്റും? ചാടാൻ കഴിയും അല്ലേ. അപ്പോൾ കാറ്റ് ക്യാൻ സ്പീഡിലി ജമ്പ്. കാറ്റ് ക്യാൻ സ്പീഡ്ലി ജമ്പ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക? ഇത് എന്ത് ചെയ്യണം? കാറ്റ് ക്യാൻ സേ. പിന്നെ ലാസ്റ്റത്തെ ഒന്നും കൂടെ ഉണ്ട് അല്ലേ. കാറ്റ് ക്യാൻ ജമ്പ് സ്പീഡ്ലി ജമ്പ്. പിന്നെ എന്ത് ചെയ്യണം? കാറ്റ് ക്യാൻ സേ മ്യൂ 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 അല്ലേ. ഹെൻ ക്യാൻ സേ ക്ലക്ക് ക്ലക്ക് ക്ലക്ക്. അങ്ങനെ പറഞ്ഞ പോലെ തന്നെ കാറ്റ് എന്ത് പറയുന്നുണ്ട്? കാറ്റ് ക്യാൻ സേ മ്യൂ മ്യൂ മ്യൂ. Cat can say meow meow meow. ഓക്കെ, ഇനി നെക്സ്റ്റ് വാട്ട് ക്യാൻ യു ഡു. നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്? അത് ടീച്ചർ എഴുതി തരില്ല. അത് നിങ്ങൾ സ്വന്തമായിട്ട് വീട്ടിൽ നിന്ന് എഴുതിയിട്ട് ടീച്ചർക്ക് സെൻഡ് ചെയ്ത് അയക്കട്ടോ. വാട്ട് ക്യാൻ യു ഡു. നിങ്ങൾ ഐ ക്യാൻ ഡാഷ്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നിങ്ങൾ എന്ത് ചെയ്യുക? എഴുതിയിട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഓടാനും ചാടാനൊക്കെ കഴിയില്ല. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഐ ക്യാൻ റൺ, ഐ ക്യാൻ വാക്ക്, ഐ ക്യാൻ ജംപ് എന്നൊക്കെ എഴുതാം. അപ്പോൾ അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? എഴുതിയിട്ട് ടീച്ചർക്ക് സെൻഡ് ചെയ്ത് അയക്കുക. ഇനി നെക്സ്റ്റ് പേജ് നമ്പർ 49
9. Page number 49. I know what happened in the story. I will number the boxes given along with the pictures as they happened in the story. അപ്പോൾ നമ്മൾ മീ ടു എന്ന് പറഞ്ഞ സ്റ്റോറി നമ്മൾ പഠിച്ചു. അതിലെ ക്യാരക്ടേഴ്സ് ആരൊക്കെയായിരുന്നു? മീ ടുവിലെ ക്യാരക്ടേഴ്സ് എ ഡക്ലിങ് ആൻഡ് എ ചിക്ക് അല്ലേ, ചിക്കും ഡക്ലിങ്ങും ആയിരുന്നു. അപ്പോൾ അതിന് ഇവിടെ ഡിസോർഡറാണ് കൊടുത്തിട്ടുള്ളത്. ഇതിനെ നമ്മൾ ഓർഡർ ആക്കിയിട്ട് എഴുതുക. അപ്പോൾ അതിൽ ഫസ്റ്റ് വരുന്ന ഈവൻ്റ് ഏതാണ്? ദ പിക്ചേഴ്സ് ദേ ഹാപ്പൻഡ് ഇൻ ദ സ്റ്റോറി. ഐ വിൽ ദ നമ്പർ. നിങ്ങൾ അതിനെ ഫസ്റ്റ് സെക്കൻഡ് അങ്ങനെ എന്ത് ചെയ്യണം? ഓർഡറിൽ നമ്പർ ഇട്ട് പോവുക. അപ്പോൾ ഫസ്റ്റ് എന്തായിരിക്കും? ഏത് പിക്ചറാണ് വരിക? ഇപ്പോൾ ടീച്ചർ പറഞ്ഞു തന്നിരുന്നു എ ചിക്ക് ആൻഡ് ഡക്ലിങ്. ഹൂ കം അറ്റ് ഫസ്റ്റ്? ഡക്ലിങ്. ഹൂ ഇസ് ദ ലീഡർ? ഡക്ലിങ് അല്ലേ. ഡക്ലിങ് ആയിരുന്നു ഫസ്റ്റ് വന്നതും ഡക്ലിങ് ആണ് ലീഡർ ആയത്. അപ്പോൾ എപ്പോഴും ഫസ്റ്റ് വരുന്നവരെയാണ് നമ്മൾ ലീഡേഴ്സ് എന്ന് പറയുക അല്ലേ. അപ്പോൾ ഇവിടെ ഡക്ലിങ് ആണ് ഫസ്റ്റ് വന്നത്, അതുകൊണ്ട് ഡക്ലിങ് ആണ് ഇവിടെ ലീഡർ. ഇപ്പോൾ ചിക്ക് എന്ത് ചെയ്തു? ഡക്ലിങ്ങിൻ്റെ പിന്നാലെ പോകുന്ന ഒരു ചിത്രം ഉണ്ട് അല്ലേ. അപ്പോൾ ചിക്ക് ചോദിക്കുന്നുണ്ട് വേറെ ആർ യു ഗോയിങ്? നീ എങ്ങോട്ടാണ് പോകുന്നത് എന്നല്ലേ. അപ്പോൾ ആ ഒരു ഫസ്റ്റ് ഈവൻ്റാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് എത്ര നമ്പറാണ് കൊടുക്കേണ്ടത്? അതൊക്കെ നിങ്ങൾക്കറിയാം. ഇനി സെക്കൻഡ് ദേ ഗോ ടു ഡക്ക് ഗോട്ടെ വോം അല്ലേ. ഡക്ക് മേക്ക് എ ഡിഗിങ് എ ഹോള് ഡക്ക് ആഫ്റ്റർ ഡക്ക് ഗോട്ടെ വോം. അറ്റ് ദാറ്റ് ടൈം ചിക്ക് സെഡ് മീ ടു അല്ലേ. അപ്പോൾ ചിക്കൻ പറഞ്ഞു അത് മീ ടു എൻ്റെതും കൂടെയാണെന്ന് പറഞ്ഞു, എനിക്കും കിട്ടിയെന്ന് പറയാം. പിന്നെ തേർഡ് പിക്ചർ അതേ ഗോട്ട് എ ബ്യൂട്ടിഫുൾ ബട്ടർഫ്ലൈ. അവർക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? എ ബ്യൂട്ടിഫുൾ ബട്ടർഫ്ലൈ. സോ ദാറ്റ് ബിക്കോസ് ദ ഡക്ലിങ് സെഡ് so that because the first who will get first butterfly? Duckling. After chick said me too അല്ലേ, എനിക്കും കൂടെ കിട്ടിയെന്ന് പറഞ്ഞു. എന്നിട്ട് എന്ത് ചെയ്തു? they divided. Then after what happened at the end of the story? The duckling going for a സ്വിമ്മിങ് അല്ലേ, സ്വിമ്മിങ് ഇൻ ദ പോണ്ട്. അവനെന്ത് ചെയ്തു? കളത്തിലേക്ക് നീന്താൻ വേണ്ടി പോയപ്പോൾ ഡക്ലിങ് ചിക്ക് ഫോളോ ദ ഡക്ലിങ്. എന്നിട്ട് എന്ത് ചെയ്തു? അപ്പോൾ ആര് ചാടി? ഡക്ലിങ് ജമ്പ്ഡ് ഓൺ ദ റിവർ അല്ലെ. ആ റിവറിൽ ജമ്പ്ഡ് ഓൺ ദ പോണ്ടിലേക്ക് എടുത്ത് ചാടി. അറ്റ് ദാറ്റ് ടൈം ദ ചിക്ക് സെഡ് മീ ടു, ഞാനും വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ദ ചിക്ക് ജമ്പ്ഡ് ഇൻ ദ പോണ്ട് അല്ലേ, പോണ്ടിലേക്ക് എടുത്ത് ചാടി. എന്നിട്ട് ആഫ്റ്റർ ദാറ്റ് വാട്ട് ഹാപ്പൻ? അറ്റ് ദ എൻഡ് ഓഫ് ദ സ്റ്റോറി ദ ചിക്ക് ഡ്രൗൺ ദ പോണ്ട് അല്ലേ, അതിൽ മുങ്ങിത്താണു. ദെൻ ദ ഡക്ലിങ് സേവ് ദ ചിക്ക്. അതാണ് അതിലുണ്ടായത്. അപ്പോൾ യു ഗീവ് കറക്റ്റ് നമ്പേഴ്സ് ഇൻ ദ സ്റ്റോറി. ദെൻ ടേക്ക് ദ പേജ് നമ്പർ 50. I know what the hen gives me. I know, എനിക്കറിയാം. what the hen gives me, ഹെന്നെ എനിക്ക് എന്താ തരുന്നതെന്ന് എനിക്കറിയാം. I will tick the right box. ഞാൻ എന്ത് ചെയ്യും? ടിക്ക് ചെയ്യും. നിങ്ങൾ ടിക്ക് ചെയ്യാൻ നിങ്ങൾക്ക് അറിയും അല്ലേ. I will tick, ഞാൻ ടിക്ക് ചെയ്യും. I will tick എന്ന് പറഞ്ഞാൽ നിങ്ങൾ, you will tick. I know you will tick the right box. എനിക്കറിയാം നിങ്ങളതിൽ ടിക്ക് ചെയ്യുന്നത്. അപ്പം ഹെന്നെ എന്താ തരിക? മഗ്, എഗ്ഗ്, ലെഗ്. അതിൽ എന്താ തരിക ഹെന്ന്? മഗ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ഫേസ് അല്ലേ, മഗ് ഫേസ്. എഗ്ഗ് എന്ന് പറഞ്ഞാൽ എന്താ? മുട്ട. ലെഗ് കാല്. അപ്പം ഹെൻ എന്താ തരിക എന്നുള്ളിടത്ത് യു ഗിവ് കറക്റ്റ് റൈറ്റ് ബോക്സിന് യു ഗിവ് എ ടിക്ക് മാർക്ക് അല്ലേ. അപ്പോൾ ഐ നോ ഹു വിൽ കം ഔട്ട് ഓഫ് ദ എഗ്ഗ്. ഐ വിൽ ടിക്ക് ദ റൈറ്റ് ബോക്സ് അല്ലേ. അപ്പോൾ ഐ നോ ഹു വിൽ കം ഔട്ട് ഓഫ് ദ എഗ്ഗ്. ഈ എഗ്ഗിൽ നിന്നും ആരാണ് പുറത്ത് വരികയെന്ന് നിങ്ങൾക്കറിയാം. അവിടെ നിങ്ങൾ എന്ത് ചെയ്യണം? പുട്ടേ ടിക്ക് മാർക്ക് അല്ലേ. അപ്പോൾ ചിക്ക് കൊടുത്തിട്ടുണ്ട്, ഫിഷ് കൊടുത്തിട്ടുണ്ട്, റാറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചിക്ക് വരുമോ അതോ ഫിഷാണോ വരിക? ഫിഷ് എന്ന് പറഞ്ഞാൽ എന്താ? മീനാണ് അല്ലേ. റാറ്റാണെങ്കിലോ നമ്മൾ മോസ് എന്നറിയില്ലേ, എലികൾ. അപ്പോൾ എലി വരുമോ അതോ ഫിഷ് വരുമോ അതോ ചിക്കാണോ വരുന്നത് എന്ന്. അപ്പോൾ ഐ നോ ഹൂ ക്യാൻ സ്വിം, എനിക്കറിയാം സ്വിം നീന്തുന്നത് ആരാണെന്ന്. ഐ വിൽ ടിക്ക് ദ റൈറ്റ് ബോക്സ്. വോമാണോ ചിക്കാണോ ഡക്ലിംഗ് ആണോ? ആരാണ് ആർക്കാണ് നീന്താനുള്ള കഴിവുള്ളത്? വോമിനാണോ ഡക്ലിങ്ങിനാണോ അതോ ചിക്കിനാണോ? അപ്പോൾ അതിന് കറക്റ്റ് ആയതിന് യു ഗിവ് എ ടിക്ക് മാർക്ക്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ആക്ടിവിറ്റീസാണ്. അപ്പോൾ നമ്മുടെ ചാപ്റ്റർ ഇവിടെ ഫിനിഷ് ചെയ്യാണ്.
കഴിഞ്ഞ ചാപ്റ്റർ. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്? കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തല്ലേ. ഫസ്റ്റ് വി സ്റ്റഡീഡ് എ സ്റ്റോറി. മീ ടു എന്ന് പറഞ്ഞ സ്റ്റോറിയാണ് നമ്മൾ പഠിച്ചത്. അതിലെ ക്യാരക്ടേഴ്സ് ആരായിരുന്നു? എ ചിക്ക് ആൻഡ് എ ഡക്ലിങ്. അപ്പോൾ ഇതിലൂടെ നമ്മൾ എന്താ ഈ സ്റ്റോറിയിലൂടെ പഠിച്ചത്? ഇത് സ്റ്റോറിയിലൂടെ വി സ്റ്റഡീഡ് നമ്മൾ പഠിച്ചത് എന്താണ്? പലർക്കും പല കഴിവുകളുണ്ട് അല്ലേ. എബിലിറ്റീസ് ആർ വെരി ഡിഫറെൻറ്റ് അല്ലേ, പേഴ്സൺ ടു പേഴ്സൺ, അല്ലെങ്കിൽ എനിമൽസ് ടു എനിമൽസ് ആൻഡ് ബേർഡ്സ് ടു ബേർഡ്സ്. എബിലിറ്റീസ് ആർ എൻറ്റയർലി ഡിഫറെൻറ്റ്. അപ്പോൾ എല്ലാവർക്കും ഒരേ കഴിവാണുള്ളത് അല്ല. അപ്പോൾ എല്ലാവരുടെയും വ്യത്യസ്ത കഴിവുള്ളവരാണ്. അതുകൊണ്ട് തന്നെ ഒരാൾ ചെയ്യുന്നത് പോലെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ എന്താണ്? വി ആർ ഇൻ ട്രബിൾ അല്ലേ, നമ്മൾ പ്രശ്നങ്ങളിലേക്ക് ഏർപ്പെടും. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഡക്ലിങ്ങിന് പറ്റിയത്, ഡക്ലിങ് ചെയ്യുന്ന പോലെ ചിക്ക് ചെയ്തു. അതാണ് ഇവിടെ ചിക്കിന് അബദ്ധം പറ്റിയത്. അറ്റ് ദ എൻഡ് ഓഫ് ദ സ്റ്റോറി ദ ചിക്ക് അണ്ടർസ്റ്റുഡ് ദ റിയാലിറ്റി. അപ്പോൾ അവന് യഥാർത്ഥ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. ദെൻ ആഫ്റ്റർ വി ഡിസ്കസ് എ ബ്യൂട്ടിഫുൾ സോങ് 5 Little Ducks അല്ലേ. 5 Little Ducks എന്ന് പറഞ്ഞാൽ ബ്യൂട്ടിഫുൾ സോങ് വി സ്റ്റഡീഡ്. ദെൻ വി ഡു സോ മെനി ആക്ടിവിറ്റീസ്. വി ഫെമിലിയറൈസ് ദ എനിമൽസ് ആൻഡ് ബേർഡ്സ് ഓഫ് ദെയർ യങ് വൺസ് അല്ലേ. ദെൻ ലാസ്റ്റ് വി സ്റ്റഡീഡ് ദ എനിമൽസ് ആൻഡ് ദെയർ എബിലിറ്റീസ്. എനിമൽസിനെയും ബേർഡ്സിനെയും അവരുടെ എബിലിറ്റീസിനെയും കഴിവിനെയൊക്കെ നമ്മൾ മനസ്സിലാക്കി. ദെൻ ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു? സം എബിലിറ്റീസ് വി ഡിസ്കസ് അറ്റ് ദ എൻഡ് ഓഫ് ദ 50 പേജ്. സം എബിലിറ്റീസ്, സം യൂസസ് ഓഫ് ദ എനിമൽസ് ആൻഡ് ബേർഡ്സ്. ഓക്കെ. Then today teacher wind up this class. You read the chapters in your home very well. If you feel any doubt, you ask your parents. Okay. Then we see tomorrow. Okay, bye.